ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ഡെറിവേഷൻ ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് റിവിഷൻ ക്ലാസ് ആണെന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് കാർനോട്ട് സൈക്കിൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് കാർനോട്ട് സൈക്കിളാണ്. അപ്പോൾ ഈ കാർനോട്ട് സൈക്കിളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാർനോട്ട് സൈക്കിള് നമ്മൾ കാണുന്ന ബാക്കി സൈക്കിളെ പോലെയല്ല. അതിന് മാത്രമായിട്ടുള്ള കുറച്ച് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർനോട്ട് സൈക്കിള് ഒരു റിവേഴ്സിബിൾ സൈക്കിളാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എൻ ഐഡിയൽ സൈക്കിൾ. അതിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർനോട്ട് സൈക്കിള് വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ സോണുകൾ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള സോഴ്സും സിങ്കും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഇൻഫിനിറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ സോഴ്സിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി എടുത്താലും സോഴ്സിന് ചേഞ്ച് വരില്ല. അതുപോലെ എത്ര ക്വാണ്ടിറ്റി റിജക്റ്റ് ചെയ്താലും ആ സോഴ്സിന് ചേഞ്ച് വരില്ല. ആ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷനിലാണ് ശരിക്കും കാർനോട്ട് സൈക്കിൾ. സോ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സൈക്കിൾ തന്നെയാണ് ഈ കാർനോട്ട് സൈക്കിൾ. കാരണം നമ്മുടെ എർത്തിലെ പ്രോസസ്സുകളൊക്കെ റിവേഴ്സിബിൾ പ്രോസസ്സുകൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാം ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള, റിവേഴ്സ് ചെയ്യുമ്പോൾ ചേഞ്ചസ് ഉള്ള പ്രോസസ്സുകളാണ് നമ്മളിന്ന് കാണുന്ന എല്ലാ പ്രോസസ്സുകളും. സോ ഈ കാർനോട്ട് സൈക്കിളിലെ ഇപ്പോൾ നിങ്ങൾക്ക് 4 ഫിഗർ കാണാം. എ, ബി, സി, ഡി എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ഐസോ തെർമലായിട്ടുള്ള എക്സ്പാൻഷനാണ്. അതായത് ഇവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഈ പിസ്റ്റൺ നമ്മളൊരു ഹോട്ട് ബോഡി ഇതിൻ്റെ ഈ സർഫസിൽ നമ്മളൊരു ഹോട്ട് ബോഡി കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹോട്ട് ബോഡി ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഐസോതെർമലി ആയിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഇതിനകത്തെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യണം, എയർ എക്സ്പാൻഡ് ചെയ്യണം. സോ അതാണ് നമ്മുടെ 1 to 2 എന്ന് പറയുന്ന ലൈൻ കാണിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് 2 to 3? അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ ഹോട്ട് ബോഡി ഇവിടുന്ന് റിമൂവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഹോട്ട് ബോഡി വെച്ച സൈഡ് ഐസൊലേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എൻജിൻ്റെ സറൗണ്ടിങ്സ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? തെർമലി ഐസൊലേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് എന്തുണ്ടാവുന്നില്ല? എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഐസെൻട്രോപ്പിക് എന്ന് പറയുന്നത്. സോ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ എക്സ്പാൻഡ് ആയ ഗ്യാസിൻ്റെ ഹീറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. പുറത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. സോ ആ കണ്ടീഷനാണ് അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇനി അടുത്തത് ഇവിടെ ഒരു കോൾഡ് ബോഡി നമ്മൾ കൊണ്ടുവയ്ക്കുകയാണ്. നേരത്തെ ഹോട്ട് ബോഡി കൊണ്ടുവച്ച സ്ഥലത്ത് കോൾഡ് ബോഡി കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് പറ്റും? ഹീറ്റ് അവിടെ നിന്ന് റിമൂവ് ആവണം. സോ അവിടെ എന്തുണ്ടാവണം? കംപ്രഷൻ നടക്കണം. സോ അതാണ് ഐസോ തെർമൽ കംപ്രഷൻ എന്ന് പറയുന്നത്. സോ പിസ്റ്റൺ ടോപ്പിൽ നിന്ന് താഴോട്ട് വരികയാണ്. സോ അതാണ് നമ്മുടെ 3 to 4 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വർക്കാണ് നടക്കുന്നത്. ഒന്ന് വർക്ക് സപ്ലൈ ചെയ്യുന്നത് QS സപ്ലൈ ചെയ്യുന്നത് 1 to 2ലും ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് 3 to 4ലുമാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഈ കോൾഡ് ബോഡി നമ്മൾ റിമൂവ് ചെയ്യും. ഹീറ്റ് ഇത് പഴയ പോലെ സറൗണ്ടിങ്ങും സിസ്റ്റവും തമ്മിൽ ഐസൊലേറ്റ് ചെയ്തു. സോ അവിടെ ഉണ്ടാവുന്ന ആ കോൾഡ് എഫക്റ്റ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന കംപ്രഷനാണ് ഇവിടെ നടക്കുന്നത്. സോ ദാറ്റ് ഈസ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. സോ അങ്ങനെ 4 സ്റ്റേജസ് ആണ് നമുക്ക് ഒരു കാർനോട്ട് സൈക്കിളിൽ സംഭവിക്കുന്നത്. സോ അപ്പോൾ കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എഫിഷ്യൻസി എന്താണ്? എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡ്. ഇതാണല്ലോ വർക്ക്. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈഡ് മൈനസ് ക്വാണ്ടിറ്റി ഓഫ് റിജക്റ്റഡിന് നമ്മൾ എന്താ പറയുക? നെറ്റ് വർക്ക് ഡൺ ആൻഡ് നെറ്റ് വർക്ക് ഡൺ ബൈ Q സപ്ലൈഡ്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. സോ നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. എങ്ങനെയാണ് നമുക്ക് QS കണ്ടുപിടിക്കുക? QS എത്ര? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡ്. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈഡ് ഏത് പ്രോസസ്സിലാണ് നടക്കുന്നത്? പ്രോസസ് 1 തൊട്ട് പ്രോസസ് 2 വരെയാണ് എക്സ്പാൻഷൻ പ്രോസസ്സ്. സോ വർക്ക് ഡൺ ഡ്യൂറിങ് പ്രോസസ് 1 to 2 അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. പ്രോസസ് വർക്ക് 1
ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എന്താണ്? ഇറ്റ്സ് എൻ ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെമ്പറേച്ചർ ചേഞ്ച് ഈസ് 0. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് 0 ആകുമ്പോൾ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 തൊട്ട് V2. അതിൻ്റെ വോളിയം ചേഞ്ച് വരുന്നത് V1 എന്ന് പറയുന്ന വോളിയം തൊട്ട് V2 എന്ന് പറയുന്ന വോളിയം വരെയാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിലൊരു കറക്ഷൻ ഉണ്ട്. ദിസ് വോളിയം ഈസ് V2 and this volume is V3 and this volume is V4. ഓക്കെ, അപ്പോൾ ആ ഒരു കറക്ഷൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സോ വോളിയം ചേഞ്ചസ് വരുന്നത് V1 തൊട്ട് V2 വരെയാണ്. വോളിയം ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും? P ഇൻറ്റു പ്രഷർ ഇൻറ്റു വോളിയം ചേഞ്ച്. അതാണ് എന്ത്? കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി വി ഇസിക്കൽ ടു, നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, പി വി ഇസിക്കൽ ടു MR ഇൻറ്റു ടി എന്ന് പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. സോ നമ്മളിവിടെ ചെയ്യുന്നത് പി ഇൻറ്റു എന്താണ്? വോളിയത്തിലെ ചേഞ്ചസ്. വോളിയത്തിലെ ചേഞ്ചസ് എന്താ? V2 ബൈ V1. ഓക്കെ, പി ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക പി ഇൻറ്റു V2 മൈനസ് V1 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും? ദാറ്റ്സ് ഈക്വൽ ടു MR T1. പി വി ഇസിക്കൽ ടു MR T എന്നുള്ളല്ലേ, എമ്മും ആറും കോൺസ്റ്റൻ്റ്. MR T1 ഇൻറ്റു ലോഗ് V2 ബൈ V1. ഈ V2 ബൈ V1 തന്നെയാണത് ലോഗായിട്ട് വരുന്നത്. MR T1 ലോഗ് V2 ബൈ V1. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ, നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നേരിട്ട് MR T1 മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് Q2 to 3, അതായത് 2 തൊട്ട് 3 വരെയുള്ള പ്രോസസ്സ്. Q2 to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. ഐസെൻട്രോപ്പിക് പ്രോസസ്സിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു? ഐസെൻട്രോപ്പിക് പ്രോസസ്സിൽ വർക്ക് ഡൺ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഹീറ്റും വർക്കും നടക്കുന്നില്ല. സോ Q2 to 3 എന്താണ്? 0 ആണ്. സോ അതുപോലെ എന്ത് ഒരു പ്രോസസ്സും കൂടി ഉണ്ട്, 4 to 1 ഐസെൻട്രോപ്പിക് കംപ്രഷൻ. സോ ഹീറ്റ് ഓൺ 4 to 1 ഇസ് ആൾസോ 0. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിച്ചു. ഇനി എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കണം. സോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റഡ്, Q റിജക്റ്റഡ് കണ്ടുപിടിക്കാൻ പോവാണ്. Q റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു എന്താണ്? Q റിജക്റ്റഡ്. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പത്തെ ഫിഗർ ഒന്നും കൂടി നമുക്ക് നോക്കാം. Q റിജക്റ്റഡ് വരുന്നത് പ്രോസസ് 3 to 4 ആണ്. 3 to 4 എന്താണ് പ്രത്യേകത? 3 to 4 ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണ്. സോ നമ്മൾ എഴുതിയ P1 V1 അതുപോലെ P1 MR T1 ലോഗ് V2 ബൈ V1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. അത് നമുക്ക് നോക്കാം. സോ Q റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു quantity of heat rejected is equal to integral V3 തൊട്ട് V4 വരെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. V3 തൊട്ട് V4 വരെയാണ് ചെയ്യുന്നത് PdV. ദാറ്റ്സ് ഈക്വൽ ടു നമുക്കിതിനെ ഓക്കെ, അപ്പോൾ സോ ഇൻ്റഗ്രൽ V3 ബൈ V4 ഇൻറ്റു ഇൻ്റഗ്രൽ PdV. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. തൊട്ട് മുമ്പിലുള്ള ഫിഗറിൽ 1 to 2 നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതായത് എക്സ്പാൻഷൻ്റെ ഓപ്പോസിറ്റാണ് കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. സോ നമുക്ക് ദാറ്റ് വിൽ ബി ഈക്വൽ ടു P3 V3 ലോഗ് V3 ബൈ V4 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡിനെ നമുക്ക് ഇതുപോലെ തന്നെ എഴുതാൻ പറ്റും. P1 V1 ലോഗ് V2 ബൈ V1 പറഞ്ഞ് എഴുതാൻ പറ്റും. നമ്മൾ നേരത്തെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡ് എഴുതി വെച്ചാറുണ്ട്, നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. സോ എന്ത് പറ്റി? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റഡിൻ്റെയും ഇക്വേഷൻ. അപ്പോൾ P3 V3 ലോഗ് V3 ബൈ V4നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? MR T3 ലോഗ് V3 ബൈ V4.
സോ MrT3 log V3/V4. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റും ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈഡും തമ്മിലുള്ള ഇക്വേഷൻസ്. സോ നമുക്കിനി പ്രോസസ്സ് 2 തൊട്ട് 3 വരെയുള്ള പ്രോസസ്സും അതുപോലെ 4 തൊട്ട് ഒന്നാമത്തെ പ്രോസസ്സ് 4 to 1ഉം 2 to 3ഉം ഒന്ന് നോക്കാം. അപ്പോൾ എന്താണ് പ്രോസസ്സുകൾ? അത് അഡയബാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ അഡയബാറ്റിക് ഫസ്റ്റത്തെ പ്രോസസ്സിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. ഫസ്റ്റത്തെ പ്രോസസ്സ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? വോളിയം ചേഞ്ച് ഉണ്ട്. V2 വോളിയത്തിൽ നിന്ന് V3 വോളിയമായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാ കൂടുതൽ വോളിയം? കൂടുതൽ വോളിയം V3 ആണ്. സോ V3/V2. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനെ ഓക്കെ. അപ്പോൾ ജനറലി അഡയബാറ്റിക് ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് P1 V1 റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എന്താണ്? P2 V2 റൈസ് ടു ഗാമയാണ്. സോ P1/P2 ഇസ് ഈക്വൽ ടു V2/V1 റൈസ് ടു ഗാമ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഷറും വോളിയമായിട്ടുള്ള റിലേഷൻ എഴുതിയ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ടെമ്പറേച്ചറിൻ്റെയും റിലേഷൻസ് എഴുതാൻ പറ്റും. സോ അങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക, ഇവിടെ നമ്മൾ പറഞ്ഞു വലിയ വോളിയം V3 ആണ്. V3/V2 ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ അടിയിൽ 2 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലായിരിക്കും 2 എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. സോ T2/T3 ഹോൾ റൈസ് ടു, നേരത്തെ ഗാമയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ 1/γ-1 ആണ്. അതിന് കാരണം ഇങ്ങനെയാണ് ഇക്വേഷൻ. T1/T2 is equal to V2/V1 γ-1. ഇതാണ് ജനറൽ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻസ് എപ്പോഴും നോക്കി വയ്ക്കുക. അപ്പോൾ ടെമ്പറേച്ചർ വോളിയത്തിൻ്റെ ടേംസിലേക്ക് മാറ്റുമ്പോൾ എന്ത് പറ്റി? ഈ γ-1 ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി. ദാറ്റ് ബിക്കെയിം 1/γ-1. അത്രേ ഉള്ളൂ. അപ്പോൾ പ്രഷറും വോളിയമുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1/P2 is equal to V2/V1 raised to gamma. T1/T2 is equal to V2/V1 whole raised to γ-1. അപ്പോൾ ഈ രണ്ട് റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൻ പറ്റും. സോ ഇനി അതുപോലെ തന്നെ നമ്മൾ 4 to 1 എഴുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 to 1ൻ്റെ ഗ്രാഫ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. 4 to 1ൽ എന്താണ്? ഏതാണ് വോളിയം കൂടുതൽ? 4 to 1. 4-നാണ് വോളിയം കൂടുതൽ, 1-ന് വോളിയം കുറവാണ് അല്ലേ? വോളിയത്തിൻ്റെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ 0 തൊട്ട് V4 ലെവലിൽ. സോ നമുക്ക് അതിനെ എഴുതാണെങ്കിൽ എന്ത് സംഭവിക്കും? സോ ഇറ്റ് ബിക്കംസ് V4/V1 is equal to T1/T4 whole raised to 1/γ-1. ഓക്കെ. സോ ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി. ഇനി നമ്മൾ പഴയ ഗ്രാഫ് ഒന്നും കൂടി ചെക്ക് ചെയ്യുക. പഴയ ഗ്രാഫ് ഒന്നും കൂടി ചെക്ക് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ സൈഡിൽ എന്തൊക്കെയാണ് ഈക്വൽ? T1 is equal to T2, T3 is equal to T4. ഓക്കെ. സോ നമ്മൾ എഴുതി T1 is equal to T2 ആൻഡ് T3 is equal to T4. ഇത് നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇനി നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻസ് തൊട്ട് മുന്നിൽ എഴുതി വെച്ചാണ് ഇക്വേഷൻസിലേക്ക് നമ്മൾ ഈ T1 is equal to T2ഉം T3 is equal to T4ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എന്താവും? ഇക്വേഷൻ ബിക്കംസ് സോ ഫസ്റ്റ് ഇക്വേഷൻ V3/V2 is equal to T2-ന് പകരം T1, T3-ന് പകരം T4, T1/T4 ഹോൾ റൈസ് ടു 1/γ-1 ആയി. സോ എന്ത് പറ്റി? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഇതിൻ്റെ റൈറ്റ് സൈഡും ഈക്വലായി. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? V3/V2 is equal to V4/V1. ശരിയാണല്ലോ? V3/V2 is equal to V4/V1. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എന്താവും? ഇക്വേഷൻ ബിക്കംസ് V1/V2 is equal to V4 divided by V3. ഓക്കെ.
or V2 by V1 is equal to V3 by V4. എന്തിനാണ് നമ്മൾ എഴുതി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യു എസിൻ്റെയും ക്യു ആറിൻ്റെയും ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂസ് ക്യു ആറിൻ്റെയും ക്യു എസിൻ്റെയും ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ ക്യു എസ് എന്താ പറയുക? ക്യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചാണ് MRT1 log V2 by V1. QR is equal to MRT3 log V3 by V4. So efficiency equation QS minus QR by QS. So നമുക്ക് ഇതിൽ കോമൺ ആയിട്ടുള്ള ടൈംസുകൾ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. MR ഫസ്റ്റത്തെ ഇക്വേഷനിൽ പുറത്തേക്ക് എടുത്തു. MR കോമൺ ആണ്. T1 മൈനസ് T3 ലോഗ് V3 ബൈ V1 നമുക്ക് റീപ്ലേസ് ചെയ്യാൻ എന്താണ്? ലോഗ് V2 ബൈ V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V3 ബൈ V4 ആണ്. അപ്പോൾ അതും കോമൺ ആണ്. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ അടിയിൽ എന്ത് വരും? MR T1 ലോഗ് V2 ബൈ V3ക്ക് വരാം V3 ബൈ V4. സോ ഏതൊക്കെ ടേംസ് ക്യാൻസൽ ആയി? സോ നമുക്ക് കുറച്ച് ടേംസുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസുകൾ? സോ ലോഗ് V3 എന്നുള്ള ടേംസ്, ലോഗ് V3 എന്നുള്ള ടേംസ്, MR എന്നുള്ള ടേംസ്, MR എന്നുള്ള ടേംസ്. സോ നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ എന്തായി? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു T1 മൈനസ് T3 divided by T1 or 1 minus T3 by T1. So what is T3 and what is T1 എന്നുള്ളത് നമ്മുടെ ഗ്രാഫ് ഒന്നുകൂടി നോക്കിയാൽ മനസ്സിലാവും. T3 എവിടെയാണ് T3 ജനറേറ്റ് ആവുന്നത്? T3 ജനറേറ്റ് ആവുന്നത് നമ്മുടെ ലോവസ്റ്റ് അല്ലെങ്കിൽ ഐസോ തെർമൽ എക്സ്പാൻഷൻ വരുന്ന സമയത്താണ് T3 ജനറേറ്റ് ആവുന്നത്. വേർ ഇസ് T1 ജനറേറ്റ് ആവുന്നത്? ഐസോ തെർമൽ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് T1 ജനറേറ്റ് ആവുന്നത്. സോ ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 1 മൈനസ് T3 ബൈ T2. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന ഇക്വേഷൻസിൽ 1 മൈനസ് T2 ബൈ T1 എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. അത് മീൻ ചെയ്യുന്നത് ആക്ച്വലി T2 എന്ന് പറയുന്ന പൊസിഷന് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്യാനല്ല. ആക്ച്വലി അത് മീൻ ചെയ്യുന്നത് നമുക്ക് ഗിവൺ ആയിട്ടുള്ളതിൽ ഇത് മീൻ ചെയ്യുന്ന ഇത്രയൊക്കെ ഉള്ളൂ. 1 മൈനസ് lower temperature by higher temperature. So that's the efficiency of Carnot cycle. അപ്പോൾ Carnot സൈക്കിളിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് T1 ബൈ TH അല്ലെങ്കിൽ TL ബൈ TH. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ ടെമ്പറേച്ചർ ആണ് അടിയിൽ വരിക, ലോവർ ടെമ്പറേച്ചർ ആണ് നമ്മുടെ മോഡിൽ വരിക. അത്രയാണ് ഇത് മീൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ.